ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബാക്കി വരുന്ന ചോറ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ബർഗർ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് നല്ല വെന്ത ചോറാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. അതിനുശേഷം ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, അല്പം ഇഞ്ചി എല്ലാം കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് യോജിപ്പിക്കണം. നല്ല വെന്ത ചോറാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഇത് നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം 2 കൈയിലും എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉരുട്ടി പരത്തിയെടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്കിത് കട്ട്ലറ്റ് പോലെ ഇതിൻ്റെ പാറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതൊരു എണ്ണ തടവിയ പ്ലേറ്റിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. എനിക്ക് 5 പാറ്റിയാണ് കിട്ടിയത് ഈ ഒരു അളവിൽ നിന്ന്. ഇനി ഇതൊരു പാനിൽ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദാ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ സൈസിലുള്ള ബണ്ണാണ് എടുക്കുന്നത്. ഇത് 2 പീസാക്കി കട്ട് ചെയ്ത് വെണ്ണ തടവിയ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഒന്ന് മുരിച്ചാൽ മതി. ഇതുപോലെ മുരിഞ്ഞെടുത്താൽ മതി ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. ബണ്ണിൻ്റെ ഒരു പീസിലേക്ക് അല്പം ടൊമാറ്റോ സോസ് തടവി കൊടുക്കാം. എന്നിട്ട് ഒരു ക്യാബേജ് പീസ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങളടുത്ത് ലെറ്റൂസ് ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഉള്ളി ഒന്ന് റൗണ്ടാക്കി മുറിച്ചതും തക്കാളിയും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പാറ്റീസ് ഇതിലേക്ക് വെക്കാം. അതിന് മേലെ നമുക്ക് ആദ്യം വെച്ച പോലെ തന്നെ ക്യാബേജും തക്കാളിയും ടൊമാറ്റോ എല്ലാം വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചീസിൻ്റെ ഒരു സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യമേ
മൊരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ രണ്ടാമത്തെ പീസ് വെച്ച് കൊടുക്കാം. അത് വെക്കുന്നതിന് മുന്നേ ആ പീസിൻ്റെ മുകളിൽ നമുക്ക് മയോണൈസ് ഒന്ന് ചേർക്കണം. ഞാൻ ഈ ബ്രാൻഡാണ് കേട്ടോ എടുക്കുന്നത്. മയോണൈസ് തേച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസിൻ്റെ അളവും മയോണൈസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. കുക്കുംബറോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബർഗർ ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.